മാള ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ നടന്നു. MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അതുവരെ ഉണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് വികസന ജനങ്ങളിലേക്ക് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളിലൂടെ നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഗവൺമെന്റ് അത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. തീർച്ചയായിട്ടും ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ ഈ നാടിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് വികസനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. സർക്കാരിലിരിക്കുന്ന പ്രതീതികളിൽ മാത്രം നിശ്ചിതമായിട്ടുള്ള ഒന്നല്ല വികസന പ്രവർത്തനങ്ങൾ എന്നുള്ളത്. താഴെ തട്ടുകളിൽ നിന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ജനങ്ങൾക്കാണ് എന്നുള്ള നല്ല ബോധ്യവും എല്ലാവർക്കും. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ നാടിന്റെ വികസനം, നമ്മുടെ പ്രദേശത്തിന്റെ വികസനം എന്തായിരിക്കണം എന്നുള്ളത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ ഭരണസമിതിയും അതുപോലെ തന്നെ ജനങ്ങളും ചേർന്നുകൊണ്ട് തന്നെ ഒരു നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാ മേഖലകളും വികസനത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണേണ്ടതായിട്ടുള്ള പാർപ്പിടവും ഭക്ഷണവും എല്ലാം അതിന്റെ ഭാഗമായിട്ട് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിയുടെയും ഒരു സമൂഹത്തിന്റെയും വികസനത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്കതിനെ കാണേണ്ടതായിട്ട്. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ വർഷം പദ്ധതി നടത്തിപ്പിൽ പഞ്ചായത്തിന്റെ അനിവാര്യ ചുമതലകളായ കുടിവെള്ളത്തിനും വഴിവിളക്കുകൾക്കും കൂടുതൽ പ്രാമുഖ്യം നൽകിയിട്ടുണ്ടെങ്കിലും പോരായ്മകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ അവ പരിഹരിക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം ലക്ഷ്യമിടുന്നതായി പ്രസിഡന്റ് ബിന്ദു ബാബു പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ജയ ബിജു, സിനി ബെന്നി വെമ്പിൽ, നബിസത്ത് ജലീൽ, ഭരണസമിതി അംഗങ്ങൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി റിജി R ശാന്തി തുടങ്ങിയവർ പങ്കെടുത്തു.